പരിശുദ്ധനായ ഏലിയാസ്തിരിയൻ പാത്രീരിക്കീസ് ബാവായോടൊപ്പമുള്ള സഭാ സമാധാന ശ്രമങ്ങൾക്ക് ആലുവായിലെ വലിയ തിരുമേനി രാപ്പകൽ അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പല ഓർമ്മപ്പെടുത്തലുകളും കഥകളും ഒക്കെയുണ്ട്. അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ബാവായുടെ ആകസ്മികമായ വേർപാടിനെ മുതലെടുക്കുവാൻ അന്നും മറുവിഭാഗം നടത്തിയ ശ്രമങ്ങൾ എന്താണെന്ന് സഭാചരിത്രത്തിലുണ്ട്. മഞ്ഞിനിക്കര ഖബറടങ്ങിയ ബാവായുടെ മൃതശരീരം അവിടെ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ളതായ വലിയ ശ്രമങ്ങൾ സ്വാധീനത്തോടുകൂടി നടത്തുകയുണ്ടായി. അതന്ന് തടയുന്നതിൽ അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളും അവിടെയുള്ള ഏതാനും വരുന്ന വിശ്വാസ സമൂഹവും അന്ന് വലിയ തിരുമേനിയാണ് ആ ഒരു മധ്യത്തിൽ അതിശക്തമായി നിലകൊണ്ട് പരിശുദ്ധനായ ബാവായുടെ മൃതശരീരം അവിടെ നിന്ന് വിട്ടുകൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധേയമായ നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. ആരൻ, നമസ്കാരം. ആരൻ, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്നാണെന്നറിയോ? ഒന്നുകിൽ ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ചരിത്രവും നല്ല ഒരു പുണ്ണാക്കും അറിയത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ വേറെ സംഭവം. മനസ്സിലായോ? ഒന്നുകിൽ ഇദ്ദേഹത്തോട് പറയുക, നിങ്ങൾ പോയി ഈ സഭാചരിത്രം, അതായത് പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിച്ച് പഠിക്കുക. അല്ലാതെ ഈ ഇവന്മാർ ഈ മൊണ്ണ കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്ന പോലെ ഔഗേൻ ബാവായിക്ക് പട്ട ഉരിഞ്ഞ് വേറെ പട്ടം കൊടുത്തെന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ വിഡ്ഢിത്തരം പഠിക്കാതിരിക്കുക. ഒന്നുകിൽ, മനസ്സിലായില്ലേ? ആ സൺഡേ സ്കൂളിലായിരിക്കും ഇദ്ദേഹം പഠിച്ചത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് ഏലിയാസ് തൃതീയൻ പാത്രീർക്കീസ് ബാവാ തിരുമേനി കോട്ടയത്ത് നിന്ന് മഞ്ഞിനിക്കരയ്ക്ക് യാത്ര ചെയ്തപ്പോൾ അന്നത്തെ കാലത്ത് പല സ്ഥലത്ത് വിശ്രമിച്ചിട്ടൊക്കെയാണ് അങ്ങനെ പോയത്. അത് മഞ്ഞിനിക്കരയ്ക്ക് പോയതല്ല. പറഞ്ഞു മനസ്സിലായി? ഈ മഞ്ഞിനിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഏലിയാസ് തൃതീയൻ ബാവ ഈ മഞ്ഞിനിക്കരെ കബറടങ്ങുമ്പോൾ അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? അന്ന് ഒന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അന്ന് മലങ്കര സഭ എന്ന് പറയുന്നത് മഞ്ഞിനിക്കരയിലായിരുന്നു. മഞ്ഞിനിക്കര എങ്ങനെയാണ് ഇത്രയും ഫേമസ് ആയത്? ഏലിയാസ് തൃതീയൻ പാത്രീർക്കീസ് ബാവ അവിടെ കബറടങ്ങിയോണ്ട് മാത്രമാണ്. അല്ലാതെ ആ പള്ളിയോ അതുമായിട്ടൊന്നും മലങ്കര സഭയ്ക്ക് ഒരു ബന്ധമില്ല. എന്ത് ബന്ധം എനിക്ക് മനസ്സിലാകുന്നില്ല. അതിലും എത്രയോ പ്രധാനപ്പെട്ട പള്ളികൾ വേറെ കിടക്കുന്ന അവിടെ അതിന്റെ തൊട്ടടുത്ത് ഇല്ലേ? ഉദാഹരണത്തിന് പരുമല പള്ളിയോ നെരണം പള്ളിയോ അല്ലെ, ഒന്നും വേണ്ട, പോട്ടെ, ഈ തുമ്പമൺ വലിയ പള്ളിയുണ്ട്, ഭദ്രാസന പള്ളി, അവിടെ ഒന്നും പോകാതെ ഈ മഞ്ഞിനിക്കരെ പോകാനുള്ള കാര്യം തന്നെ. ഇനി അതെല്ലാം പോട്ടെ, ഇദ്ദേഹം പറയുന്നത് പച്ച കള്ളമാണ്. അത് ഇസ്രം പാറാട്ടന്റെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? കാനോൻ നിയമം അനുസരിച്ച് ഒരു പാത്രിയാർക്കീസ് ഒരു പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ അധികാര സീമയിൽ വെച്ച് കാലം ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് കാനോൻ നിയമം എന്നറിയോ നിങ്ങൾക്ക്? പൗരസ്ത്യ കാതോലിക്കായുടെ ആസ്ഥാന ദേവാലയത്തിൽ അദ്ദേഹത്തെ കബറടക്കണമെന്നാണ് നിയമം. അങ്ങനെ ആകുമ്പോൾ അന്നത്തെ കാലത്തെ പൗരസ്ത്യ കാതോലിക്കായുടെ ആസ്ഥാന ദേവാലയം ഏതാണെന്നറിയോ? കോട്ടയം പഴയ സെമിനാരിയാണ്. പറഞ്ഞു മനസ്സിലായോ? ആ പഴയ സെമിനാരി പള്ളിയിൽ അന്ന് വട്ടശ്ശേരി തിരുമേനി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് വട്ടശ്ശേരി തിരുമേനി ഈ പറയുന്ന പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ ആസ്ഥാന ദേവാലയത്തിൽ താമസിക്കുന്ന കാലത്താണ് ഇദ്ദേഹം കബറടങ്ങുന്നത്. ആ കബറടക്ക ശുശ്രൂഷയിൽ വട്ടശ്ശേരി തിരുമേനി ഈ പറയുന്ന മഞ്ഞിനിക്കര പള്ളിയിൽ പോയി പങ്കെടുത്തതിന് രേഖയുണ്ട്. അവിടുത്തെ ഒരു ശുശ്രൂഷ നടത്തിയത് വട്ടശ്ശേരി തിരുമേനിയാണ്. അറിയോ നിങ്ങൾക്ക്? അന്ന് വട്ടശ്ശേരി തിരുമേനി വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയാണ്, കാനോൻ നിയമം ഇതാണ്, പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ ആസ്ഥാന ദേവാലയത്തിൽ ഇദ്ദേഹത്തെ കബറടക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 100% ഈ പറയുന്ന ഏലിയാസ് തൃതീയൻ പാത്രീർക്കീസ് ബാവായി എവിടെ കബറടക്കുമായിരുന്നു? കോട്ടയം പഴയ സെമിനാരി പള്ളിയിൽ കബറടക്കുമായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഇവന്മാരെന്തിനാണ് സെമിനാരി കേസ് എന്ന് പറഞ്ഞൊരു കേസ് തന്നെ കൊടുത്തത്? സെമിനാരി അവരുടെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കേസുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? സെമിനാരി കേസ് എന്ന് പറഞ്ഞിട്ട് പഴയ സെമിനാരി അവന്മാരുടെ ആണെന്ന് പറഞ്ഞു. അപ്പൊ പഴയ സെമിനാരിയിൽ ഇദ്ദേഹത്തെ കബറടക്കി, അതായത് അതുപോലും വട്ടശ്ശേരി തിരുമേനിയുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു.
അതിനോട് ഞാൻ അതിനിടയ്ക്ക് ഒരു കോള് വന്നോണ്ടത് കട്ടായിപ്പോയി, സോറി കേട്ടോ. ഞാൻ അതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, വട്ടശ്ശേരി തിരുമേനി അതിന് ശാഠ്യം പിടിച്ചില്ല. വട്ടശ്ശേരി തിരുമേനി പറഞ്ഞു പഴയ സെമിനാരിയിൽ കബറടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അതായത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇദ്ദേഹത്തെ മഞ്ഞിനിക്കര പള്ളിയിൽ കബറടക്കി. ഈ മഞ്ഞിനിക്കര പള്ളിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത് നിങ്ങൾ പറയുമെന്നാ? ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഇദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്ന ആ പള്ളി ഒരു കുടുംബക്കാരുടെ പള്ളിയാണ്. അത് സിംഹാസന പള്ളിയായിട്ട് പിന്നീട് അവർ എഴുതി കൊടുക്കുമായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ പള്ളിയും ഈ കബറുമായിട്ട് ബന്ധമില്ല, അത് നിങ്ങൾക്കറിയോ? ആ പള്ളി വേറെ ആൾക്കാരുടെ കയ്യിലാണ്, ഈ കബർ ഇരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഈ അന്ത്യോക്യ പാത്രിക്കീസിന്റെ കസ്റ്റഡിയിൽ. ആ കബർ ഇരിക്കുന്ന അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല ഇവരുടെ അനുവാദം ഇല്ലാതെ, വേറെ വഴിയില്ല. ഇതാണ് അതിന്റെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വട്ടശ്ശേരി തിരുമേനി ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് ഇത് ലോങ് ടേമില് ഇത് മലങ്കര സഭയ്ക്ക് ഒരു ബാധ്യതയാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ സാധനം അന്ന് തിരുമേനി അതിന് വാശി പിടിക്കാഞ്ഞത്. നിയമപ്രകാരം ഇത് എവിടെയാണ് അടക്കേണ്ടത്? അതായത് കാനോൻ നിയമം അനുസരിച്ച് പഴയ സെമിനാരി, അതായത് പഴയ സെമിനാരി എന്നുള്ളതല്ല, പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ ആസ്ഥാനത്ത്. പറഞ്ഞ മനസ്സിലായോ? അതാണ് അതിന്റെ നിയമം. അതിനെ ഇദ്ദേഹം വളച്ചൊടിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞില്ലേ ആരോൺ, ഇവന്മാര് വാ തുറക്കുന്നതേ കള്ളം പറയാനാണ്. പറയാൻ മനസ്സിലായോ? അതാണ് സത്യം. ഇവന്മാര് വാ തുറക്കുന്നതേ കള്ളം പറയാനാണ്. ഇസ്രം പാറാട്ടിന്റെ മലങ്കര നസ്രാണികൾ എന്ന് പറയുന്ന പുസ്തകം മേടിച്ച് വായിച്ചു നോക്കും. അതിനകത്തല്ലേ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ന് നടന്ന കാര്യങ്ങളും വട്ടശ്ശേരി തിരുമേനി അവിടെ ചെല്ലുന്നതും അദ്ദേഹം ഈ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തതും ഒക്കെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കും, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മപ്രിയാന നാട് നീളെ നടന്ന് ഈ കള്ളം പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലജ്ജയില്ലേ ഇതുപോലത്തെ വൃത്തിയോട് പറഞ്ഞു നടക്കാൻ? അന്ന് വട്ടശ്ശേരി തിരുമേനി 101% പറയാണ് ഇത് ഇങ്ങനെയാണ് നിയമം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. അന്ന് മലങ്കര സഭയിലെ ഏറ്റവും പ്രഗത്ഭരായ ആളാണ് വട്ടശ്ശേരി തിരുമേനി. അദ്ദേഹം പറഞ്ഞ മലങ്കര മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹം പറഞ്ഞതിന് അപ്പുറം ഇപ്പുറം ഇല്ല. അന്ന് അദ്ദേഹം വേണ്ടാന്ന് വെച്ചിട്ടാണ്. പറഞ്ഞു മനസ്സിലായില്ലേ സാറേ? ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ഈ പാത്രീർക്കീസ് ഈ മഞ്ഞിനിക്കര വന്നിട്ട് അവിടെ കുത്തിയിരിക്കുന്നത്? അതിന്റെ കണക്ക്, അവിടെ വീഴുന്ന പൈസ പാത്രീർക്കീസിന് അവകാശപ്പെട്ടതാണ്. അവിടെ പണ്ട് പാത്രീർക്കീസിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. ഈ വിദേശത്തുനിന്ന് വരുന്ന ഒരു മെത്രാപ്പൊലീത്ത അവിടെ താമസിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പം മഞ്ഞിനിക്കര തയ്യാറായിക്ക് വേണ്ടി മാത്രം ഇദ്ദേഹം പട്ടം കൊടുത്ത് പണ്ട് ഒരു മെത്രാപ്പൊലീത്ത വെച്ചു. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു സിംഹാസന പള്ളികൾക്കെല്ലാം കൂടെ ഒരാളെ ഉള്ളെന്ന് തോന്നുന്നു. അവിടെ വീഴുന്ന പൈസയുടെ കണക്ക് പോലും നേരെ ചൊവ്വേ പാത്രീർക്കീസിന് കൊടുക്കാത്തവന്മാരാണ് ഇവന്മാര്. ഇപ്പൊ പാത്രീർക്കീസിന് മനസ്സിലാവുന്നുണ്ടാവും ഇത് പഴയ സെമിനാരിലായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ആ പൈസയെങ്കിലും കിട്ടിയത്. മനസ്സിലായോ? ഇപ്പൊ അതുമില്ല ഇതുമില്ല. അതാണ് ഇപ്പൊ പാത്രീർക്കീസിന്റെ അവസ്ഥ. അതിന്റെ കണക്കും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല സാറേ പാത്രീർക്കീസിന്. മനസ്സിലായി? അതൊന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയാ പുള്ളി അവിടെ വന്ന് കുറച്ചാൾ അവിടെ വട്ടക്കിറങ്ങിയിരുന്നു. എങ്ങനെ ശരിയാണ്? ഇവന്മാർക്ക് 3250 രൂപ 50 പൈസയുടെ കണക്കല്ലേ ഉള്ളൂ. ആ അവന്മാരോട് പിന്നെ ഇതുപോലെ ചോദിച്ചിട്ട് വല്ല കാര്യമുള്ളൂ. ഇതാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവരുടെ ഇതിനകത്ത് നടക്കുന്ന ഈ വൃത്തികേടുകളും കൊളരുതായ്മകളും കേട്ടാണ്ടല്ലോ, നിങ്ങൾ തല കൈവച്ചു പോകും ഇവന്മാർ ക്രിസ്ത്യാനിയാണോ എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളുമായിട്ട് ഇവന്മാർക്ക് പ്രശ്നമില്ലെന്ന് വെച്ചു. ഇവന്മാർ എപ്പോ അടിച്ചു പിരിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ തന്നെ ഈ പാത്രീർക്കീസ് വന്നിരിക്കുന്നതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഈ മഞ്ഞിനിക്കരയിലെ പ്രശ്നം. 2, ഓരോ മെത്രാമാരെ വിളിച്ച് അവിടെ സ്വകാര്യമായിട്ട് ചർച്ച നടത്തിയത്. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, പകുതി പേര് ഈ മപ്രിയാനയ്ക്ക് എതിരാണ്. അറിയോ നിങ്ങൾക്ക്? ഇതാണ് ഇവന്മാരുടെ അവസ്ഥ. ആ അവന്മാരാണ് കണക്ക് കൊടുക്കുന്നത്. നല്ല ബെസ്റ്റ് കണക്ക്, അടിപൊളി.